ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതുമായി ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയമാണ്. പുതിയ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളുമായി കടന്നു വരുന്ന പുതുവർഷത്തെ സ്വീകരിക്കുന്ന ആഘോഷങ്ങളുടെയും സമയമാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ക്രിസ്മസ് ഇന്ന് മതപരമായ വേലിക്കെട്ടുകൾക്കുള്ളിൽ ചുരുങ്ങി നിൽക്കാതെ സർവ്വജനങ്ങളുടെയും പങ്കാളിത്തമുള്ള സാർവലൗകികമായ ഒരു ഉത്സവമായി മാറിയിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ സാർവലൗകിക ജനപ്രീതിയുടെ കാരണം ക്രിസ്തു ലോകത്തിന് നൽകിയ ദൂതിൻ്റെ സാർവലൗകികത തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സന്ദേശം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമോ ഉള്ളതായിരുന്നില്ല, പ്രത്യുത സർവ്വജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്ക് ശേഷവും ആ സന്ദേശം പുതുമ നശിക്കാതെ സാർവജനിക പ്രസക്തിയോടെ ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ആകർഷിക്കുക. യേശു ജനിച്ചത് സാധാരണക്കാരനായിട്ടായിരുന്നു. ഒരു തച്ചൻ്റെ മകനായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണി ഈശോ അത്യന്തം ദുർഘടമായ സാഹചര്യത്തിൽ പിറന്നു വീഴുന്നു. ആ സംഭവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ പ്രദേശത്തുണ്ടായിരുന്ന ആട്ടിടയന്മാരോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മതങ്ങൾ മനുഷ്യന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഉടലെടുക്കുന്ന സാമൂഹ്യ പ്രതിഭാസങ്ങളാണ്. എല്ലാ മതങ്ങളും മനുഷ്യവർഗത്തിൽ മുഴുവനായി തന്നെ സ്ഥായിയായ ചില മൂല്യങ്ങൾ നൽകുന്നു. ഭാരതത്തിൽ നമുക്ക് ഹിന്ദുമതത്തിന്റെ ദീർഘമായ സ്വയംഭരണാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഉത്തമമായ തത്വചിന്തയുണ്ട്. വേദകാലത്തെ ആചാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ആരംഭിച്ച് ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും പുരാണങ്ങളിൽ കടന്ന് ഉപനിഷത്തുകളിൽ എത്തുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ എക്കാലത്തെയും മഹത്തരമായ ചിന്താധാരകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവയിൽ സുപ്രധാനമെന്ന് കാലം ഗണിച്ചിട്ടുള്ളതാണ് ആദിശങ്കരാചാര്യർ ഗണ്യമായ സംഭാവന നൽകിയ അദ്വൈത വേദാന്തം. പ്രപഞ്ചമണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുന്ന യൂണിവേഴ്സൽ സ്പിരിറ്റായ ബ്രഹ്മവും ഓരോ മനുഷ്യനിലുമുള്ള ജീവാത്മാവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന അദ്വൈത വേദാന്തിക്ക് ജാതിയും മതവുമില്ല, പാശ്ചാത്യമെന്നോ പൗരസ്യമെന്നോ ഉള്ള ഭേദവുമില്ല. മഹാപുരുഷത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അയം വിജഹ പരോവേദി ഗണന ലഘുഷേദസ ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഇത് എന്റേത്, അത് നിന്റേത് എന്ന് സംയുജിത മനസ്സ് വിചാരിക്കുന്നു. എന്നാൽ ലോകമേ തറവാട് എന്ന് ഉദാര മനസ്സ് വിചാരിക്കുന്നു. വസുദൈവ കുടുംബകം അഥവാ ലോകമേ തറവാട്. ഭാരതീയ സംസ്കാരത്തിന്റെ സുപ്രധാന ധാർമ്മിക മൂല്യമായ ഈ വാക്യം ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ മണ്ണിൽ ഉടലെടുത്ത ജൈനമതം അഹിംസ എന്ന തത്വത്തെ സർവ്വജനങ്ങളും പാലിക്കേണ്ടുന്ന ഒരു ധാർമ്മിക മൂല്യമായി മുമ്പോട്ട് വെച്ചു. മനുഷ്യനും മറ്റു ജീവികൾക്കും യാതൊരുവിധ കഷ്ടതകളും ഉണ്ടാക്കാതെ ഇരിക്കുക എന്നത് ഒരു ജൈനമത വിശ്വാസിയുടെ പരമമായ ധർമ്മമാണ്. പ്രവൃത്തിയിൽ മാത്രമല്ല, ചിന്തയിലും വാക്കിലും പോലും അക്രമരാഹിത്യം പാലിക്കുവാൻ ജൈനമതം നമ്മെ പഠിപ്പിക്കുന്നു. അഹിംസയോടൊപ്പം കരുണ എന്ന മാനവിക ഗുണത്തെ മുൻപോട്ട് വയ്ക്കുകയാണ് ബുദ്ധമതം ചെയ്യുന്നത്. സഹജീവികളുടെ കഷ്ടതകൾ നീക്കുവാൻ വേണ്ടി നാം സ്വീകരിക്കേണ്ട നടപടികളുടെ അടിസ്ഥാനമാണ് കരുണ. അന്യന്റെ ദുഃഖത്തെ പറ്റി അറിയുമ്പോൾ ജനിക്കുന്നതും ആ ദുഃഖത്തെ നീക്കിക്കളയുവാൻ പ്രേരിപ്പിക്കുന്നതുമായ മനോവൃത്തി എന്നാണ് കരുണയ്ക്ക് ശബ്ദധാരാവിൽ നൽകുന്ന നിർവചനം. കുമാരനാശന്റെ കവിതകളിൽ ഈ അനുപമമായ ജീവിത തത്വത്തിന്റെ നീർച്ചാലുകൾ നിരന്തരം പ്രവഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹിന്ദുമതവും ജൈനമതവും ബുദ്ധമതവും പോലെ തന്നെ സമ്പന്നമായ പാരമ്പര്യമുള്ള യഹൂദ മതത്തിലാണ് യേശുക്രിസ്തുവിന്റെ ജനനം. പ്രവാചകന്മാരുടെ ഒരു പരമ്പരയാൽ സൃഷ്ടിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്ത മതമാണ് യഹൂദമതം. സാമൂഹികവും മതപരവുമായ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ്. മോശ മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കന്മാരും പ്രവാചകന്മാരും ഗുരുക്കന്മാരും അലംഘനീയമായ 10 കൽപ്പനകളിൽ തുടങ്ങി നിരവധിയായ നിയമങ്ങളിലൂടെ ജനജീവിതത്തെ നിയന്ത്രിച്ചു. പഴയ യഹൂദ നിയമങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ നിയമം ലോക ജനതയ്ക്ക് മുഴുവനായും തന്നെ നൽകുകയാണ് യേശുക്രിസ്തു ചെയ്തത്. എന്താണ് ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം? യേശു ലോകത്തിന് നൽകിയ പുതിയ പ്രമാണം, പുതിയ നിയമം, ദൈവം സ്നേഹമാകുന്നു എന്നതാണ്. ഗോഡ് ഇസ് ലവ്. നിലവിൽ
എല്ലാ ദൈവസങ്കല്പങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവത്തെ യേശു കാണിച്ചു തരികയാണ്. ദൈവം സ്നേഹമാണ്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന ദൈവമല്ല. മോശയുടെ മുൻപിൽ ഉരുകുന്ന തീയായി പ്രത്യക്ഷപ്പെട്ട ദൈവമല്ല. എബ്രഹാമിനോട് തന്റെ ആദിജാതനെ ബലിയായി ആവശ്യപ്പെടുന്ന ദൈവമല്ല. മറിച്ച് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം എന്ന ദൈവം. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ തന്റെ 1-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ക്രിസ്തു കാണിച്ചു തരുന്ന ദൈവം ആചാര്യകളില്ലാത്ത സ്നേഹമാണ്, ഉപാധികളില്ലാത്ത സ്നേഹമാണ്. ഈ ദൈവം മനുഷ്യനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. മനുഷ്യനും സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ സകല മനുഷ്യരുടെയും ആത്മീയമായ ഏകത ഉണ്ടാകും. A universal solidarity of all human beings bound by unlimited love. യേശു പഠിപ്പിച്ച ഈ തത്വം ദൈവം സ്നേഹമാകുമെന്ന പ്രമാണം ഇന്ന് മനുഷ്യ സംസ്കാരത്തിന് തന്നെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. മഹാകവി ഉള്ളൂർ പരമേശ്വരയ്യ തന്റെ ദൈവസംഗീതത്തിൽ എഴുതുന്നു: ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം പ്രേമമതം നല്ലോ, ഒരൊറ്റ നമ്മെ പാലം തൂക്കും പാർവള ശിശുബിംബം. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം പ്രേമമതം നല്ലോ. തുടർന്ന് അദ്ദേഹം പറയുന്നു: പദാർത്ഥ നിരതൻ പ്രകൃതി ഭാവം പരസ്പരാകർഷവും, പ്രാണികുലത്തിൽ പരമാത്മ ഗുണം പരസ്പര പ്രേമം. പദാർത്ഥ നിരതയുടെ പ്രകൃതിജ ഭാവമാണ് പരസ്പരാകർഷണം. ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തന്നെയാണ് ഉള്ളൂർ പരാമർശിക്കുന്നത്. മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം, there is a force of attraction between any two bodies in this universe. ഈ ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും പരസ്പരം ആകർഷിക്കുന്നു എന്നാണ് ന്യൂട്ടന്റെ പ്രമാണം. പദാർത്ഥ നിരതൻ പ്രകൃതിജ ഭാവം പരസ്പരാകർഷണം, പ്രാണികുലത്തിൽ പരമാത്മ ഗുണം പരസ്പര പ്രേമം. ജീവനുള്ള വസ്തുക്കളിലേക്ക് വരുമ്പോൾ അതിന്റെ പരമാർത്ഥ ഗുണമെന്ന് പറയുന്നത് പരസ്പരമുള്ള പ്രേമമാണ്, സ്നേഹമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്: ഭാഷാണൌഷധി പക്ഷിമൃഗാദികൾ പല പല വടിവുകളിൽ പ്രകൃതി ലസിപ്പൂ നമുക്ക് ചുറ്റും പരമോത്സവദാത്രി. പേർത്തും നമ്പുലും അവയിലുമൊപ്പം പ്രേക്ഷിപ്പോർപ്പെല്ലാം പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം. പേർത്തും നമ്പുലും അവയിലുമൊപ്പം പ്രേക്ഷിപ്പോർപ്പെല്ലാം. ഈ പ്രകൃതിയിലുള്ള സകല ചരാചരങ്ങളെയും നമ്മളെയും ഒരുമിച്ച് നോക്കുമ്പോൾ പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം. യേശു പഠിപ്പിച്ച സ്നേഹപ്രമാണം തന്നെയാണ് മഹാകവി ഉള്ളൂരിന്റെ ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്വൈത വേദാന്തിയായ ശ്രീനാരായണ ഗുരു തന്റെ അനുകമ്പ ദശകത്തിൽ ഇപ്രകാരം എഴുതി: അരുൾ അൻപ് അനുകമ്പ മൂന്നിനും ഒരിടൊന്നാണിത് ജീവതാരകം. അരുളുള്ളവനാണ് ജീവി എന്നൊരുവെട്ടിയുടെ ഈ നവാക്ഷരി. അരുൾ, അൻപ്, അനുകമ്പ മൂന്നിലും ഒരിടം ഒന്ന് തന്നെയാണ്. പരമമായ ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദിവ്യമായ സ്നേഹമാണ് അരുൾ. നമ്മുടെ ഉള്ളിൽ നിന്ന് സഹജീവികളിലേക്ക് പ്രവഹിക്കുന്ന സ്നേഹമാണ് അൻപ്. മറ്റൊരു ജീവി വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹാനുഭൂതിയോട് കൂടിയുള്ള സ്നേഹമാണ് അനുകമ്പ. ഈ 3 തരം സ്നേഹത്തിന്റെ പൊരുളിനെ നമുക്ക് അരുൾ എന്ന് തന്നെ വിളിക്കാം. അരുൾ ഉള്ളവനാണ് ജീവി എന്ന വാക്യം സ്ഥിരമായി ഉരുവിടുന്നതിനുള്ള ഒരു നവാക്ഷരി മന്ത്രമായി ഗുരു നമുക്ക് നൽകുകയാണ്. ഭാരതീയ നവോത്ഥാനത്തിന്റെ ആചാര്യനായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ യേശു പഠിപ്പിച്ച സാർവലൗകിക സ്നേഹത്തിന്റെ സന്ദേശവുമായി എത്രമാത്രം ചേർന്നു പോകുന്നു എന്ന് നമ്മൾ കാണുന്നു. സ്നേഹത്തെ ഒരു തത്വചിന്തയായി, ഒരു ആദർശമായി, ഉദാത്തമായ ഒരു ദൈവിക ചിന്തയായി അവതരിപ്പിക്കുക മാത്രമല്ല യേശു ക്രിസ്തു ചെയ്തത്. ഈ ഭൂമിയിൽ മനുഷ്യന്റെ എല്ലാ വ്യവഹാരങ്ങളും സ്നേഹത്താൽ നിബന്ധിതമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുകയോട് ചെയ്തു. മനുഷ്യനും തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ എല്ലാമുള്ള പരസ്പര ബന്ധത്തിന് അടിസ്ഥാനമാകുന്നതിന് വേണ്ടി യേശു ക്രിസ്തു നൽകിയ പരമപ്രധാനമായ കൽപ്പനയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. ലളിതമായ ഒരു വാചകത്തിൽ, ഈ ഒരു വാചകത്തിൽ ഗഹനീയ ചിന്തയുടെ ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവർസെൽഫ്. സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാണ് കൽപ്പന. ആദ്യമായി നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടായിരിക്കണം. മനുഷ്യൻ അവരുടെ ബൗദ്ധിക വികാസങ്ങളിൽ അഭിമാനം തോന്നണം, സ്വന്തം ധാർമ്മികതയിൽ അഭിമാനം തോന്നണം, തന്റെ ഹൃദയ വിശുദ്ധിയിൽ അഭിമാനം തോന്നണം. അപ്പോൾ അവൻ സ്വയം സ്നേഹിക്കുന്നവനാണ്. ആ സ്വയം സ്നേഹത്തിന്
പരിമിതികളില്ല. അപരിമേയമായ ഈ സ്വയം സ്നേഹത്തിൽ അയൽക്കാരനെ കൂടി ഉൾപ്പെടുത്തുക എന്നാണ് യേശു പറയുന്നത്. നമുക്ക് നന്മോട് തന്നെ തോന്നുന്ന സ്നേഹമെന്ന മനോഹര വികാരം സമൂഹത്തിലേക്ക് പ്രവഹിക്കട്ടെ എന്നാണ് യേശു പറയുന്നത്. ഈ സ്നേഹപ്രവാഹം സമൂഹത്തെ കർശന വിമുക്തമാകും, ശാന്തിയും സമാധാനവും ഒത്തൊരുമയും ഉള്ളതാകും. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും കാലയളവ് നാം പുതിയ പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും കാലയളവായിട്ടാണ് സാധാരണ നോക്കിക്കാണുന്നത്. എന്നാൽ 2025 സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന നാം കാണുന്നത് ലോകമാസങ്ങൾ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും സങ്കുചിത ചിന്താഗതികളുമാണ്. രണ്ട് മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുന്നത് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. ഒന്ന്, റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന 3 വർഷമായി നടക്കുന്ന അതിഭീകരമായ യുദ്ധമാണ്. രണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങൾ തമ്മിൽ, ഒരേ വിശ്വാസമുള്ള രാജ്യങ്ങൾ തമ്മിൽ, ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ ഉള്ള യുദ്ധമാണ് അവിടെ. യേശു പഠിപ്പിച്ച എന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത് മറന്നുപോയ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ മധ്യപൂർവ്വ ദേശത്ത് ഇസ്രായേലും പലസ്തീനിൽ നിന്നുള്ള യുദ്ധങ്ങളും നമുക്ക് കാണുന്നു. ഇവിടെ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങൾ നടക്കുന്നു, ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. നമ്മളതിനെ കുറിച്ച് വായിക്കാറില്ല എന്ന് മാത്രം. ലോകമാസകലം ഇന്ന് ഏറ്റവും അധികം ആളുകൾ ഭരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളിലാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ക്രിസ്തുവിന്റെ യൂണിവേഴ്സൽ ലവ് എന്ന സന്ദേശത്തെ നിരാകരിക്കുന്നതാണ്. കൃത്രിമ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യസമ്പത്തിന്റെ നല്ലൊരു പങ്ക് നാം നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024-25 6.22 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസ് ബജറ്റിനായി നാം മാറ്റിവെച്ചിട്ടുള്ളത്. ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയുധപുരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലോകരാജ്യങ്ങൾ 204 ലക്ഷം കോടി രൂപ ആയുധങ്ങൾ വാങ്ങാൻ, മനുഷ്യനെ കൊല്ലുവാനുള്ള ആയുധങ്ങൾ വാങ്ങുവാൻ, ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി 1 വർഷം ചെലവാക്കുകയാണ്. ലോകത്തിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 820 കോടിയാണ്. ഈ 820 കോടി ആളുകളിൽ 23% ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അതീവ ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. ഏകദേശം 190 കോടി ആളുകൾ 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ, ആരോഗ്യ സംവിധാനങ്ങളില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നത് പറയാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഇന്ന് കഴിയുകയാണ്. ഈ 190 കോടി ആളുകൾക്ക് നന്നായി ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര തുക ചെലവാണ്? നല്ല അരി, നല്ല ഗോതമ്പും, മുട്ടയും, പാലും, മത്സ്യവും മാംസവും ഉൾപ്പെടെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 1 വർഷം ഒരാൾക്ക് 50,000 രൂപ വെച്ച് ചെലവാക്കിയാൽ പോലും 102 ലക്ഷം കോടി രൂപയാണ് ചെലവാക്കുന്നത്. 204 ലക്ഷം കോടി രൂപ ആയുധങ്ങൾ വാങ്ങുവാൻ വേണ്ടി ലോക രാജ്യങ്ങൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ പകുതി മതി ഈ ലോകത്ത് പട്ടിണി പൂർണ്ണമായും ഒഴിവാക്കുവാൻ, ദാരിദ്ര്യം പൂർണ്ണമായും ഒഴിവാക്കുവാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആയുധപ്രയോഗം നിറയ്ക്കുവാൻ നാം നിർബന്ധിതരാകുന്നു? രാജ്യങ്ങൾ തമ്മിൽ കൃത്രിമമായ അതിർത്തികൾ ഉണ്ടാക്കിയിരിക്കും. ഈ രാജ്യങ്ങൾ തമ്മിൽ കൃത്രിമമായ അതിർത്തികൾ ഉണ്ടാക്കി പരസ്പരം പോരടിക്കുന്നത് മനുഷ്യനെ എന്ന ദരിദ്രരും വിശുദ്ധവരുമാക്കി തീർക്കുകയാണ്. ഈ കൃത്രിമത്വം നിലനിർത്തുവാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് തീവ്ര ദേശീയത എന്നത്. ഇറ്റലിയിലും ജർമ്മനിയിലും ജപ്പാനിലും വളർന്ന തീവ്ര ദേശീയതയുടെ അന്തർഫലമായിരുന്നു 2ാം ലോകമഹായുദ്ധം, മഹാവിപത്ത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന മഹനീയതത്വം പാലിക്കാതെ നാം നമ്മുടെ സ്നേഹത്തെ നമുക്ക് മാത്രമായി ചുരുക്കുമ്പോൾ അത് സ്വാർത്ഥതയുടെ തുരുത്തുകൾക്ക് രൂപം നൽകുന്നു. ഈ സ്വാർത്ഥതയുടെ തുരുത്തുകൾ യോജിപ്പിച്ച് രാഷ്ട്രീയ രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭരണകൂട ഭീകരതയും വർഗീയ വിദ്വേഷവും കൂട്ടക്കൊലപാതകങ്ങളും ഉണ്ടാകും. ഇത്തരം രാഷ്ട്രീയ വികലതകൾക്കും സാമൂഹ്യ വിപത്തുകൾക്കുമെതിരെ നിരന്തരം പോരാടിയായിരുന്നു മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും. ക്രിസ്തുവിന്റെ സാർവലൗകിക സ്നേഹത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന 2 മഹാരഥന്മാർ. തീവ്രദേശീയതയുടെ ചുഴിയിലേക്ക് ജപ്പാൻ ആഴ്ന്നിറങ്ങുന്ന സമയത്ത് ടാഗോർ തീവ്രദേശീയതയ്ക്കെതിരെ ജപ്പാനിൽ ചെന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജ്യസ്നേഹം എന്റെ ആത്മീയ അഭയമല്ല, എന്റെ അഭയസ്ഥാനം മനുഷ്യവംശമാണ്. രത്നങ്ങളുടെ വില നൽകി ഞാൻ ചില്ല് കഷ്ണങ്ങൾ വാങ്ങില്ല. മനുഷ്യവംശത്തിനും മാനവികതയ്ക്കും മുകളിൽ ഉയർന്നു പൊങ്ങാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കില്ല. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആഹ്ലാദകരമായ ഈ അവസരത്തിൽ
ഒരു പുതിയ ലോകത്തിലെ സ്വപ്നം കാണുവാൻ നമുക്ക് കഴിയണം. അതിർത്തികളില്ലാത്ത ഒരു ലോകം, അതിനെ ഒരുമയോടെ നിലനിർത്തുവാൻ അതിരുകളില്ലാത്ത സ്നേഹം. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ യേശുവിൻ്റെ ഈ ലോകത്തിലെ ദൗത്യം പൂർണ്ണമാകുന്നുള്ളൂ. നന്ദി, നമസ്കാരം.